ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് വിൻഡോസൊക്കെ ഒന്ന് തുറന്നിടുകയാണ്. നല്ല ചൂടാണല്ലോ അപ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ലീനിങ് ആണല്ലോ എൻ്റെ മെയിൻ പരിപാടി. വർക്ക് കഴിഞ്ഞോടെ എല്ലായിടും പൊടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കോൾഡും ഉണ്ട് കേട്ടോ, നല്ല തൊണ്ടവേദനയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാ കഴുകി വെച്ച് ഉണങ്ങിയ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. രാത്രി ഫുഡ് കഴിച്ച പാത്രമാണ്, അപ്പോൾ അധികമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡിഷ് വാഷറിലൊന്നും വെച്ചിട്ടില്ല. രാത്രി കഴുകി ബാസ്ക്കറ്റിലിട്ട് വെച്ചായിരുന്നു. ഉണങ്ങിയപ്പോൾ അതിൻ്റെ സ്ഥാനത്തേക്കൊക്കെ വെക്കണം കേട്ടോ. ഇപ്പം നല്ലൊരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് വേണം ജോലികളൊക്കെ തുടങ്ങാൻ. നല്ല തൊണ്ടവേദന ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പുതിയ ഹോബ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ 13 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന എലികയും ഇതും തമ്മിലുള്ള ആദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ബർണർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എലികക്ക് ഉണ്ടായിരുന്ന പോലെ തന്നെ 2 റിംഗ് ആയിട്ടുള്ള ബർണറാണ് കേട്ടോ. എലികക്ക് ആ നടുഭാഗത്ത് വരുന്ന കുഞ്ഞ് റിങ് ഉണ്ടല്ലോ, അത് മാത്രമായിട്ട് കത്തിക്കാനായിട്ട് പറ്റിയിരുന്നു കേട്ടോ. അതായത് ഒരു ഹോബ് ഒരു ബർണർ എത്രയും കുറഞ്ഞ രീതിയിൽ കത്തിക്കാൻ പറ്റുമോ, സിമ്മിൽ കത്തിക്കാൻ പറ്റുമോ അത്രയും കുറഞ്ഞ തീയിൽ കത്തിക്കാനായിട്ട് പറ്റിയിരുന്നു എലിക കേട്ടോ. ഇത് പറ്റണില്ല. അതെനിക്ക് ഭയങ്കര ഒരു ഇതായിട്ടോ. പ്രശ്നമൊന്നുമില്ല, നമ്മൾ ചെറിയ ഹോബുമൊക്കെ മാറ്റി വെച്ചാൽ മതി. പക്ഷെ എന്നാലും അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഗതിയായിരുന്നു. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ വെയിലൊക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ട് അത്ര ചൂടാണ്. അപ്പോൾ ഇവിടെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യട്ടെ. വലിയ കച്ചറ അങ്ങോട്ട് അടിച്ച് വരെ എടുത്താലാണ് നമുക്ക് വാക്വം ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. വാക്വം ക്ലീനറിൽ കയറാത്ത കച്ചറകളുണ്ടല്ലോ, അതൊക്കെ ഒന്നുകൂടെ അടിച്ചെടുക്കണ്ട. ഇത്രയൊന്നും കച്ചറ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യണമല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കച്ചറകളും കാര്യങ്ങളൊക്കെയാണ്. ചെടികളൊക്കെ പറ്റ ശോകത്തിലാണ് കേട്ടോ. തീരെ കെയറിങ് ഒന്നും കിട്ടുന്നില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. പണിക്കാരും കാര്യങ്ങളും അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും ഒക്കെ കൂടായിട്ട് കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആകെ നശിച്ചു പോയി എന്ന് തന്നെ പറയാം. ജീവൻ കിടക്കണുണ്ടെന്നേ ഉള്ളൂ, അതൊക്കെ രക്ഷിച്ചെടുക്കണം ഇനിയിപ്പോൾ. അപ്പോൾ ഇതൊക്കെ ആകെ അങ്ങോട്ട് എന്താ പറയുക, നീളം വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സ്ട്രെങ്ത് ഒന്നുമില്ല കേട്ടോ. ഒരു സപ്പോർട്ടൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചെരിഞ്ഞു പോയിട്ടുണ്ട്. ഒക്കെ ലീഫൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കണം ഇനി കേട്ടോ. സമാധാനത്തിലൊക്കെ ചെയ്യണം. ഇനിയിപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. നല്ലോണം വേർത്തു അടിക്കൽ കഴിഞ്ഞപ്പോക്കിന് തന്നെ. നല്ല രാവിലെ തന്നെ ഇത്ര ചൂടാണല്ലേ, എല്ലായിടത്തും എങ്ങനെയാണ് ഒക്കെ കമൻറ്റ് കൂടെ പറയാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ. ബൈ.